ഈ കാർ ഞാൻ ഈശ്വര പെട്ടോ, നാഗവല്ലി ലൈനാണല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാ. തനി എഴുതുണ്ടോ വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാതെ? വന്നേ. അതും നശിപ്പിച്ചു. ആ ശിവദാസ, തമ്പുരാട്ടി, അയ്യോ, വൈദേഹി തമ്പുരാട്ടി, കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടി. അതെ, ഇളയ തമ്പുരാട്ടി വൈദേഹി. തമ്പുരാട്ടി, ഞാൻ എന്റെ തമ്പുരാട്ടി അങ്ങനെ പറഞ്ഞോ ശിവദാസ? ഞാൻ കൊട്ടാരത്തിലുള്ള ആരെ അവിശ്വസിച്ചാലും ഈ ശിവദാസനെ അവിശ്വസിക്കരുതെന്നാ എന്റെ ചേച്ചി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ തമ്പുരാട്ടി, കൊട്ടാരത്തിലെ ഉപ്പും ചോറുമില്ല, വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചതാ ശിവദാസന്റെ ഈ തടി. എന്റെ തമ്പുരാനെയും തമ്പുരാട്ടിയെയും ഞാൻ എന്റെ ഈ നെഞ്ചിനകത്താ വെച്ചിരിക്കുന്നത്. കൈയെടുത്ത് തൊഴുന്ന ദൈവങ്ങളുടെ സ്ഥാനത്ത്. ഒക്കെ ബോധ്യമുള്ള കാര്യങ്ങളല്ലേ ശിവദാസ? മനസ്സിലുറച്ചത് വാക്കുകൾ കൊണ്ട് കെട്ടി ഉയർത്തേണ്ട ശിവദാസ. എനിക്കറിയേണ്ടത് അന്ന് കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന. അന്ന് വിശേഷപ്പെട്ട ഒരു അമാവാസ്യ ദിവസമായിരുന്നു. എന്താടോ, തനിക്ക് ഈ കാറ് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയോ? ഏയ് അതല്ല, ഈ കാറ് ഞാൻ ഈ കാർ താൻ അല്ല, ചില ഓർമ്മകൾ എന്നെ പുറകിലോട്ട് വലിക്കുന്ന പോലെ. എടോ, പുറകിലോട്ട് വലിക്കുകയല്ല, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, അങ്ങനെയാണ് ആ പാട്ട്. ഇയാള് പറയുന്ന പോലെ ഒന്നും അല്ല സത്യം. ഈ കാറ് ഞാൻ ഈശ്വര പെട്ടോ, നാഗവല്ലി ലൈനാണല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാ. തനി എഴുതുണ്ടോ വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാതെ? വന്നേ.
ഇടോ വാ. ആരൊക്കെയോ ചേർന്ന് നാട്ടുകാരെ മുഴുവൻ ഞാനാണ് തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നതെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു. പറയുന്നുണ്ട് അളിയിലൊന്നും തോന്നരുത്. ഈ വേലക്കാരി പെണ്ണെ പഠിപ്പിക്കുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അതെന്താ ഭദ്ര, തനിക്കില്ലാത്തത് മറ്റാർക്കും കിട്ടണ്ടെന്ന് കരുതിയിട്ടാണോ? ആ അതല്ല ഞാൻ ഉദ്ദേശിച്ച്. ഈ പഠിപ്പിക്കാൻ അയക്കുന്ന ചക്രം കൊണ്ടേ ഏതെങ്കിലും കൂലിപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടെത്തി കെട്ടിച്ചു കൊടുത്താ ആ പെണ്ണിനൊരു ജീവിതമായില്ലേ? ഓ ആ നമുക്കൊരു പുണ്യകർമ്മം ചെയ്തെന്നുള്ള സംതൃപ്തിയാവും. ഓ അല്ലെങ്കിൽ ഈ ആമ്പിള്ളാരൊക്കെയുള്ള വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ വേലക്കാരെയായി വച്ചോണ്ടിരിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമൊന്നും അല്ല. ആമ്പിള്ളേരുള്ള വീട്ടിലേക്കല്ലേ ആ പ്രായത്തിലുള്ള നിന്റെ മോളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? എന്റെ മോളെ പറയാണ് ഇത്. ഏകദേശം അതുപോലൊക്കെ തന്നെ ഇതും. ആദ്യം പെണ്ണിന് സ്വന്തം കാലം നിൽക്കാൻ ഒരു ജോലി വേണം. ഇല്ലെങ്കിൽ ചിലപ്പോ ചായ. വേണ്ട. അതെന്താ ഭദ്ര? അതെ, ചില കാര്യങ്ങൾക്ക് പാല് ചേർന്നെന്ന് വരില്ല. അളിയാ അങ്ങനെയൊന്നും അല്ല. രാവിലെ അടിച്ചത് അളിയനറിഞ്ഞു. ഇനി വൈറ്റാക്കണം. അല്ലെങ്കിലും ചേരേണ്ടത് ചേരില്ലല്ലോ. രമേ, എന്തു പറ്റി? എന്താ മുഖത്തൊരു ടെൻഷൻ?